3-4 ദിവസം മുമ്പ് ഗൾഫിൽ നടന്ന ഒരു ആക്രമണം യുഎസും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ഒരു അറ്റാക്ക് അതിനെക്കുറിച്ച് എല്ലാവരും ടി വിയിൽ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം വാർത്ത വായിക്കുന്നുണ്ട്. പക്ഷേ അത് നടന്നു കഴിഞ്ഞ് ഇവിടുത്തെ CPM-ഉം കോൺഗ്രസിൻ്റെ നിലപാടിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിന് എത്ര കൊല്ലമായി നമ്മുടെ കുട്ടികളും യുവാക്കളും ഇവിടുന്ന് പോകുന്നു, ഗൾഫ് രാജ്യത്തിൽ തൊഴിൽ തേടാനും അവിടെ നേടാൻ അവിടെ പോകുന്നു. എത്രയോ വീട്ടിൽ ഇന്ന് കേരളത്തിൻ്റെ ഇക്കോണമി മാത്രമല്ല, ഓരോരോ വീട്ടിൽ അവരുടെ അധ്വാനത്തിൻ്റെ ബലത്തിലാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇവർ ലക്ഷക്കണക്കിലാണ് മലയാളികൾ ഗൾഫിൽ. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, UAE, ഖട്ടാർ, ലക്ഷക്കണക്കിൽ നമ്മുടെ മലയാളി യൂത്തും യുവാക്കളും എല്ലാം അവിടെ അധ്വാനിക്കുന്നു. ഈ ഗൾഫിൻ്റെ അറ്റാക്ക് കഴിഞ്ഞ് നമ്മുടെ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയും അതിൻ്റെ ഒപ്പം കോൺഗ്രസ്സുകാരും പെട്ടെന്ന് ഇറങ്ങിയിട്ട് കോൺഗ്രസിൻ്റെ US-ൻ്റെ എതിരെയും ഇസ്രായേലിൻ്റെ എതിരെ അവർ ഒരു അറ്റാക്ക് തുടങ്ങി. ഇതുവരെ ഇറാൻ നടത്തിയ ഈ GCC കൺട്രീസിൻ്റെ മുകളിൽ നടത്തിയ അറ്റാക്കിനെ കുറിച്ച് ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ താമസിക്കുന്നതും മലയാളികൾ താമസിക്കുന്നു, അധ്വാനിക്കുന്നു, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കുവൈറ്റ്, ഖട്ടാർ, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്ന രാജ്യങ്ങൾ. അവിടെ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് പറയാനൊന്നുമില്ല. ഈ ഒരു ഇരട്ടത്താപ്പ്, ഈ ഒരു പ്രീണ രാഷ്ട്രീയത്തിൽ ഒബ്സസ് ചെയ്യുന്ന ഒരു CPM കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ടെററിസം എന്ന ഒരു കോസിൽ ആരാണെങ്കിലും, ഇരകൾ, വിക്ടിംസ് എവിടെയാണെങ്കിലും അവരെതിരെ സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം. എല്ലാത്തിലും രാഷ്ട്രീയം കൊണ്ടുവന്ന്, ഒരു പ്രീണ രാഷ്ട്രീയം കൊണ്ടുവന്ന് പകുതി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, മറ്റേ കാര്യങ്ങളെക്കുറിച്ച് ഒരു മൗനം പാലിക്കുന്ന ഒരു രീതിയാണ് CPM-ഉം കോൺഗ്രസ് ഇന്ന് ചെയ്യുന്നത്. അത് തെറ്റാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞ കാര്യങ്ങൾ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? എവിടെയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യക്കാരെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറാനോട് സംസാരിക്കുന്നു, സൗദി അറേബ്യ സർക്കാരോട് സംസാരിക്കുന്നു, ബഹ്റൈനോട് സംസാരിക്കുന്നു, UAE-യോട് സംസാരിക്കുന്നു. ഓരോരോ മലയാളി, ഓരോരോ ഇന്ത്യനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയമില്ലാണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം ആണ് BJP NDA സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു അന്ധന്മാർ പോലെ ഒരു വിഷൻ, ഒരു ബ്ലൈൻഡായ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമിന്റെ ബ്ലൈൻഡായ പോലെ CPM-ഉം കോൺഗ്രസ് ഇന്ന് വരെ ഇറാനിനെ